إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما വിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളും അവൻ്റെ വിധി വിലക്കുകളും കഴിവിൻ്റെ പരമാവധി പുലർത്തിപ്പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചു മരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നന്നായി ശ്രമിക്കണമെന്നും ആദ്യം സ്വന്തത്തെയും എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അത് അർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൗ അന്ന ലിബ്നി ആദമ വാദിയം മിനദ് ദഹബി അഹബ്ബൻ യകൂന ലഹു വാദിയാൻ. റസൂലുള്ളാഹി പറയാണ്, ഒരാദം സന്തതിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു താഴ്വര നിറച്ചും സ്വർണം കൊടുത്താലും ആ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഇതുപോലെ മറ്റൊന്നുണ്ടായാൽ എന്നുള്ളതാണ്. ഈ ഹദീസ് മനുഷ്യൻ്റെ ആർത്തിയെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉണർത്തുന്നത്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഈ ആർത്തി പിടിച്ച മനുഷ്യൻ്റെ വയറ് അത് മണ്ണ് കൊണ്ടല്ലാതെ നിറക്കുകയില്ല എന്ന് പറഞ്ഞാൽ മുഹദ്ദിസുകൾ പറഞ്ഞു മരണം വരെ അവന് ഈ ആർത്തി തന്നെ ഉണ്ടാകുന്നതാണ്. അല്ലേ, ഒരു താഴ്വര നിറച്ച് സ്വർണം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ട് ആ മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ ഇതുപോലെ മറ്റൊന്നുണ്ടായാൽ എന്നുള്ളതാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, യതൂബുല്ലാഹു അലാ മൻ താബ്, പശ്ചാത്തപിക്കുന്നവൻ്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കും എന്നാണ് ഈ ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ ഉണർത്തുന്നത്. സഹോദരങ്ങളെ, ഈ ഹദീസിനെ മുൻനിർത്തി നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ദീനിൻ്റെയും ദുനിയാവിൻ്റെയും സകലമാന കുഴപ്പങ്ങൾക്കും കാരണങ്ങളിൽ ഒന്ന് മനുഷ്യൻ്റെ അത്യാഗ്രഹമാണ്, ആർത്തിയാണ്. ദീനിൽ ഉണ്ടായ കുഴപ്പങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ, അതുപോലെ തന്നെ ഈ ദുനിയാവിലുണ്ടായ ഏതൊക്കെ കുഴപ്പങ്ങൾ, കൊലയാകട്ടെ, ചതിയാകട്ടെ, ക്രൂര പ്രവർത്തനങ്ങളാകട്ടെ, എന്ത് തന്നെ പരിശോധിച്ച് നോക്കിയാലും അതിൻ്റെയൊക്കെ പിന്നിൽ മനുഷ്യൻ്റെ ഈ അത്യാർത്തി എന്നുള്ള ഒരു സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കും. അബൂ ഹുറൈറയിൽ നിന്നും ഇമാം തുർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്. മനുഷ്യനൊക്കെ പ്രായം ബാധിക്കും. അല്ലേ, റസൂലുള്ളാഹി പറയാണ്, യഹ്റമു ഇബ്നു ആദം, ആദം സന്തതികൾക്ക് എന്തായും വൃദ്ധന്മാരാകും, പ്രായം ബാധിക്കും. പക്ഷേ വയഷിബ്ബു മിൻഹു ഇത്നാൻ, പക്ഷെ പ്രായം ബാധിച്ചാലും രണ്ടു കാര്യങ്ങളിൽ അവൻ യുവാവായിരിക്കും. എത്ര പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം രണ്ടു കാര്യത്തിൽ അവൻ എന്തായിരിക്കും? യുവാവായിരിക്കും. റസൂലുള്ളാഹി അതിൽ പറഞ്ഞത് ഒന്ന് അൽ ഹിർസു അലൽ മാൽ, ധനത്തോടുള്ള ആർത്തി, അത്യാഗ്രഹം. അതിൻ്റെ കാര്യത്തിൽ എത്ര പ്രായമുള്ള ആളെന്തായിരിക്കും? അവൻ യുവാവായിരിക്കും. കച്ചവടത്തിൽ നോക്കിയ പ്രായമുള്ള ആളുകൾ വളരെ ഉഷാറായിരിക്കും. പള്ളിയിലേക്കൊന്ന് നോക്കിയ വളരെ ക്ഷീണിതനായിരിക്കും.
ദുനിയാവിൻ്റെ കാര്യത്തിലോ ഏത് വിഷയത്തിലും അവൻ നല്ല മുമ്പന്തിയിലായിരിക്കും. അതേപോലെ തന്നെ ഹിർസു അലൽ ഉംറ, ആയുസിൻ്റെ കാര്യത്തിൽ അല്ലേ, പ്രായം ബാധിക്കുന്നവൻ ഇഷ്ടപ്പെടില്ല. അത് ആ നഷ്ടപ്പെട്ട പ്രായം തിരിച്ചു പിടിക്കുന്ന കാര്യത്തിൽ അവൻ വളരെ ശ്രദ്ധാലുവായിരിക്കും എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്. അതുപോലെ തന്നെ അബൂ ഹുറൈറയിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ റസൂൽ പറയാണ്, ഖൽബു ശൈഖി ഷാബുൻ അലാ ഹുബ്ബിത്നതൈൻ. ഖൽബു ശൈഖ്, ഒരു വൃദ്ധന്റെ പ്രായം ബാധിച്ച ഒരാളുടെ ഹൃദയം ഷാബുൻ അലാ ഹുബ്ബിത്നതൈൻ, രണ്ടു കാര്യങ്ങളെ സ്നേഹിക്കുന്ന കാര്യത്തിൽ വൃദ്ധനാണെങ്കിലും അവൻ എന്തായിരിക്കും? അവൻ യുവാവായിരിക്കും. ഒരു യുവത്വത്തിൽ എങ്ങനെയായിരിക്കും? അതുപോലെ ആയിരിക്കും. അതിലൊന്ന് തൂലുൽ ഹയാ, അവൻ ദീർഘകാലം ജീവിക്കുന്ന കാര്യത്തിൽ എന്തായിരിക്കും? അവൻ യുവാവായിരിക്കും. അതുപോലെ തന്നെ വഹബ്ബുൽ മാൽ, ധനം അത് സമ്പാദിക്കുന്ന വിഷയത്തിൽ ധനത്തോടുള്ള സ്നേഹത്തിന്റെ കാര്യത്തിൽ എത്ര പ്രായമുള്ള മനുഷ്യനും ഒരു യുവാവിനെ പോലെ ആയിരിക്കും എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തുകയാണ്. സഹോദരങ്ങൾ, ഇത് എത്ര സത്യമാണ് അല്ലേ? ഇന്ന് സമ്പാദിക്കുന്ന ആളുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. എത്ര സമ്പാദിച്ചാലും ഒരു പ്രായം കഴിഞ്ഞാലും ആ സമ്പാദിക്കുന്ന വിഷയത്തിൽ എന്ത് ചെയ്യില്ല, അവനൊരു കുറവും വരുത്തൂല. അതേ സ്ഥാനത്ത് പ്രായം കൂടുന്തോറും നമ്മുടെ സലഫുകൾ എങ്ങനെയാണ്? പ്രായം കഴിഞ്ഞാൽ പ്രായം കൂടുന്തോറും ദുനിയാവ് അവരല്പം ഇങ്ങനെ പതുക്കെ പതുക്കെ മാറ്റിവെച്ച് ആഖിറത്തിന്റെ കാര്യത്തിലേക്ക് കൂടുതൽ പണിയെടുക്കുന്ന ആളുകളെയാണ് നമ്മൾ നമ്മുടെ മുൻഗാമികളെ കണ്ടിരുന്നത്. പക്ഷേ ഇന്നിൻ്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആർത്തി കൂടി വരികയാണ്. പ്രത്യേകിച്ച് പ്രായം കൂടുന്തോറും ആർത്തി കൂടി വരികയാണ്. എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, ഈ പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടെയുള്ള ആളുകൾ മരിച്ചു പോകുന്നത് അവർ കാണുകയാണ്. പെട്ടെന്നുള്ള മരണം അവർ കണ്ടുകൊണ്ടിരിക്കുന്നു. തങ്ങളുടെ കൂടെയുള്ള സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, കുടുംബക്കാർ മരിച്ചു പോകുന്നത് കണ്ടിട്ടും ദുനിയാവിനുള്ള ആർത്തിയിൽ ആർക്കൊരു കുറവുമില്ല. എന്ന് മാത്രമല്ല, ആരാണ് സഹോദരങ്ങളെ ഈ ദുനിയാവിൽ ദുനിയാവിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളത്? നമുക്കൊക്കെ ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ് അല്ലെ? മരിച്ചുപോയ ആളുകൾ നമ്മൾ ഈ കാലമത്രയും ഈ പ്രായാധിക്യം വരെ സമ്പാദിച്ച് കൂട്ടിയതൊക്കെ എന്ത് ചെയ്യാണ്? ദുനിയാവിൽ ഉപേക്ഷിച്ചു പോവുകയാണ്. അതാണ് അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ പറഞ്ഞത്, യത്ബഉൽ മയ്യിത സലാത്തുൻ ഫയർജിഉ ഇത്നാൻ. റസൂൽ പറഞ്ഞു, എല്ലാവരും മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ മയ്യത്തിനെ 3 കാര്യങ്ങൾ അവനെന്ത് ചെയ്യും? അനുഗമിക്കും. അതിൽ 2 കാര്യങ്ങൾ മയ്യത്തിനെ ഖബറിടം വരെ അനുഗമിക്കും. ആ ഖബറിടത്തിൽ നിന്ന് ഫയർജിഉ ഇത്നാൻ, 2 കാര്യങ്ങൾ മടങ്ങിപ്പോകും. വയബ്ഖാ വാഹിദ്, ആ മയ്യത്തിനോടൊപ്പം ഖബറിൽ 1 ബാക്കിയാകും. ഇത് റസൂൽ പറഞ്ഞു, യത്ബഉഹു അഹ്ലുഹു വമാലുഹു വഅമലു. ഈ മയ്യത്തിനോടൊപ്പം അവന്റെ കുടുംബം ഉണ്ടാകും, അവന്റെ സമ്പാദ്യം ഉണ്ടാകും, അതുപോലെ തന്നെ അവൻ ചെയ്ത അമലുകൾ ഉണ്ടാകും. റസൂൽ പറഞ്ഞു, ഫയർജിഉ അഹ്ലുഹു വമാലു. എത്ര സമയം സഹോദരങ്ങളെ ഒരു ഖബറിന്റെ അടുത്ത് നമ്മുടെ കുടുംബക്കാർ നിൽക്കും അല്ലേ? മുമ്പൊക്കെ കുറച്ച് സമയങ്ങളൊക്കെ ദ്വാ ചെയ്ത് നിന്നിരുന്ന ആളുകൾ നമ്മൾ കണ്ടിരുന്നു. ഇന്നൊരു മണിക്കൂർ 1.5 മണിക്കൂറോട് കൂടി ആ ശ്മശാനം കാലിയാണ് അല്ലേ? എല്ലാവരും പിരിഞ്ഞുപോയി. അതാ റസൂൽ പറഞ്ഞത്, വയബ്ഖാ അമലു. അവന്റെ അമല്, അവൻ ചെയ്ത കർമ്മങ്ങൾ മാത്രം അവനോടൊപ്പം ബാക്കിയാകും എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തുകയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പ്രായം കൂടുന്തോറും നമുക്ക് ദുനിയാവിലുള്ള ആർത്തി ഇങ്ങനെ കൂടി വരുന്നത് അല്ലെ? സഹോദരങ്ങളെ, ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഉലമാക്കൾ ചില ഗ്രന്ഥങ്ങൾ എഴുതിയെന്നറിയോ? 40 കഴിഞ്ഞവരോട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം അവർ 40 കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ജോലിയൊക്കെ ആഖിറത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്ക് സഹോദരങ്ങളെ, 40 കഴിഞ്ഞാലും 50 കഴിഞ്ഞാലും 60 കഴിഞ്ഞാലും ദുനിയാവിൻ്റെ പിന്നാലെയാണ്. പലപ്പോഴും ദുനിയാവിന് വേണ്ടി ആഖിറത്തിന്റെ എത്ര നന്മകളെയാണ് നമ്മൾ മാറ്റിവെച്ചത്. അതുകൊണ്ട് കുറച്ചൊക്കെ ശ്രദ്ധ ഉണ്ടാകുക എന്നുള്ളത് നല്ലതാണ്. എന്ന് പറഞ്ഞാൽ ദുനിയാവ് പാടെ ഉപേക്ഷിക്കണം എന്നല്ല നമ്മൾ പറയുന്നത് അല്ലേ? ദുനിയാവ് പാടെ ഉപേക്ഷിക്കാൻ ആരും പറഞ്ഞിട്ടില്ല. മറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശരിയായി ചിന്തിച്ചാൽ ദുനിയാവിൽ നമ്മുടെ ബാധ്യത എന്താണ്? പ്രത്യേകിച്ച് ഒരു കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ ബാധ്യത എന്താണ് അല്ലെ? നമുക്ക് മക്കളുണ്ടായി കഴിഞ്ഞാൽ മക്കളെ സംബന്ധിച്ച് അവരുടെ പഠനമാണ്, അവരുടെ വിവാഹമാണ്, അവരുടെ ജോലിയാണ് അല്ലെ? ഇതാണ് നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ളത്.
അത് ഹക്കാണ്, നമ്മൾ നിർവഹിക്കേണ്ട കാര്യമാണ്. നമ്മൾ കുടുംബത്തിന്റെ ബാധ്യത നിർവഹിക്കാതെ പോകാൻ ഇസ്ലാം നമ്മൾ കൽപ്പിച്ചിട്ടില്ല. വിവാഹം കഴിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ ചെലവ്, അവരുടെ പാർപ്പിടം, അവരുടെ വസ്ത്രം, അവരുടെ താമസം, അവരുടെ മരുന്ന് എല്ലാം നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അതിൽ മക്കളുണ്ടായാൽ അവരുടെ ചെലവ്, ഭക്ഷണം, അവരുടെ പഠനം, എല്ലാ കാര്യങ്ങളും അവരൊരു പക്വത എത്തുന്നത് വരെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടവരാണ് നമ്മൾ. സഹോദരങ്ങളെ, അത് കഴിഞ്ഞാലോ? ഇനി കുടുംബത്തിന്റെ ബാധ്യത കഴിച്ചാൽ സ്വന്തത്തിനുള്ള ബാധ്യത എന്താണ്? ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വന്തത്തിനുള്ള ബാധ്യത എന്ന് പറയുന്നത് താമസിക്കാനൊരു വീട്, അല്ലേ? അതിന്ന് മിക്ക ആളുകൾക്കുമുണ്ട്. യാത്ര ചെയ്യാനൊരു വാഹനം, ജീവിതം കഴിഞ്ഞു പോകാൻ ഒരു ചെലവിന് ഒരു വരുമാന മാർഗം. അത് കഴിഞ്ഞാൽ സഹോദരങ്ങളെ, ഒന്ന് നമുക്ക് ഒരുങ്ങിക്കൂടെ? എത്ര ആളുകൾക്ക് ഒരുങ്ങാൻ ഈ സൗകര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്തിട്ടുണ്ട്, അല്ലേ? ബാധ്യതകൾ കഴിഞ്ഞിട്ടുണ്ട്, മക്കളെ കെട്ടിച്ചയച്ചു, മക്കളെ പഠനങ്ങൾ കഴിഞ്ഞു, അവർക്ക് താമസിക്കാനൊരു വീടുണ്ട്, യാത്ര ചെയ്യാൻ അത്യാവശ്യം നല്ലൊരു വാഹനമുണ്ട്, അല്ലേ? അത്യാവശ്യം ചെലവുകളുള്ള വരുമാനമുണ്ട്. എന്നിട്ടും പ്രായം കൂടും തോറും നമ്മൾ ദുനിയാവിൻ്റെ പിന്നാലെ പോകുന്നത് യഥാർത്ഥ നല്ലൊരു സ്വഭാവമല്ല. നമ്മുടെ സലഫുകൾ അങ്ങനെ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ കൂടുതൽ കാലം ദുനിയാവിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഖുർആനിന്റെ ഭാഷയിൽ ജൂതന്മാരും മുശ്രിക്കുകളുമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായി അല്ലാഹു പറഞ്ഞു, നബിയെ, വലതജിദന്നഹും അഹ്റസൻ നാസി അലാ ഹയാത്തിൻ വമിനല്ലദീന അശ്റകൂ. ഈ ദുനിയാവിൽ കൂടുതൽ കാലം ജീവിക്കാൻ ഏറ്റവും കൂടുതൽ അത്യാഗ്രഹമുള്ള ആളുകളെ അത് ജൂതന്മാരെ നിനക്ക് കണ്ടെത്താം. ഏതുവരെ? വമിനല്ലദീന അശ്റകൂ. മുശ്രിക്കുകളെക്കാളും കൂടുതൽ ദുനിയാവിൽ ജീവിക്കാൻ അത്യാഗ്രഹമുള്ള ആളുകൾ അത് ജൂതന്മാരാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അവരുടെ ആഗ്രഹം എന്താണെന്നറിയോ? യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സന. ജൂതന്റെ ആഗ്രഹം എന്താണെന്നറിയോ? ഈ ദുനിയാവിൽ 1000 കൊല്ലം ജീവിച്ചാൽ നന്നായിരുന്നു എന്നാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സനതിൻ വമാ ഹുവ ബിമുസഹ്സിഹിഹി മിനൽ അദാബി അൻ യുഅമ്മർ. അള്ളാഹ് ചോദിക്കാണ്, കുറേ കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആയുസ് നീട്ടിക്കൊടുത്തിട്ട് അവര് ദുനിയാവിൽ ജീവിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവർക്കൊരിക്കലും ഒഴിവ് കഴിവല്ല. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്ര കാലം ജീവിച്ചാലും അള്ളാഹു സൂക്ഷിച്ചു വെച്ച ശിക്ഷ അവരെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഈ ദുനിയാവിനോടുള്ള ഈ ആർത്തി, അത്യാഗ്രഹം, അതിൻ്റെ ഒരു അപകടം ഒരു ഉദാഹരണത്തിൽ കൂടി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു തരുന്നത് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാ ദിബാനി ജാഇആനി അർസിലാ ഫീ ഗനമിൻ. റസൂൽ പറയാണ്, വിശന്നു വലഞ്ഞ, അല്ലേ, ഏറ്റവും വിശപ്പുള്ള 2 ചെന്നായ്ക്കൾ ഒരു ആട്ടിൻ പറ്റത്തിലേക്ക് കടന്നു ചെന്നാൽ അവിടെ ഉണ്ടാകുന്ന കുഴപ്പം, അല്ലെ, ആ ആട്ടിൻ പറ്റത്തിനുണ്ടാകുന്ന വിപത്ത് എത്രമാത്രമായിരിക്കുമോ അതിനേക്കാളും അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, അല്ലെ, വിശന്നു വലഞ്ഞ 2 ചെന്നായ്ക്കൾ ഒരു ആട്ടിൻ പറ്റത്തിലേക്ക് പോയാൽ ഉണ്ടാകുന്ന കുഴപ്പത്തെക്കാൾ ഏറ്റവും വലിയ കുഴപ്പമുണ്ടാക്കും ഈ ദുനിയാവിനുള്ള ആർത്തി ഉണ്ടല്ലോ, ഹിർസ്, അത്യാഗ്രഹം, ഒരു മനുഷ്യന്റെ ദീനിനുണ്ടാക്കുന്ന കുഴപ്പം എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നിങ്ങൾ നോക്കുക, ദുനിയാവിലുള്ള ആർത്തി ഒരു മനുഷ്യന് വന്നു കഴിഞ്ഞാൽ ഒരു ഹറാമു ഹലാലൊന്നും വിഷയമല്ല, സമ്പാദിച്ചു കൂട്ടാന്നല്ലാതെ ഒന്നും പരിഗണിക്കൂല. കാരണം എന്താ? അവന് ഈ ധനത്തോടുള്ള ആർത്തിയാണ്. അതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അപകടമാണ്. ഒരു അത്യാഗ്രഹം, ഹിർസ് എന്നുള്ളത്, അത് ദീനുൽ ഇസ്ലാമിൽ നമ്മെ അനുവദിച്ചിട്ടുള്ള മേഖല അത് ദീനി പഠനത്തിന്റെ കാര്യത്തിൽ മാത്രമാണ്. ദീനിന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹിർസ് പാടുള്ളൂ. എങ്ങനെ? അത്യാഗ്രഹം പാടുള്ളൂ. ദുനിയാവിന്റെ ഒരു കാര്യത്തിലും, അല്ലെ, ഇന്ന് നോക്ക് നിങ്ങൾ, ഇന്ന് നേതൃത്വത്തിന്റെ കാര്യത്തിൽ നമുക്കിടയിൽ ഒരുപാട് ആളുകൾ അത്യാഗ്രഹം പിടിച്ച് നടക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. റസൂൽ പറഞ്ഞു, അതും കുഴപ്പമാണ്. അബൂ ഹുറൈറയിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നകും സതഹ്രിസൂന അലൽ ഇമാറാത്ത്. നിങ്ങൾ നേതൃത്വത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? ഹിർസ് കാണിക്കും, അത്യാഗ്രഹം കാണിക്കും. അങ്ങനെയോ വസതകൂനു നദാമത്തുൻ യൗമൽ ഖിയാമ. പക്ഷെ നിങ്ങൾ അത്യാഗ്രഹം കൊണ്ട് നേടിയെടുക്കുന്ന നേതൃത്വമുണ്ടല്ലോ,
അത് നിങ്ങൾക്ക് നാളെ പരലോകത്ത് അത് ഖേദത്തിന് കാരണമാകും എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നോക്കുങ്ങൾ, ആദ്യമൊക്കെ രാഷ്ട്രീയത്തിൽ കണ്ടിരുന്ന ആ നേതൃത്വത്തിന് വേണ്ടിയുള്ള വടംവലി ഇന്നെവിടെയാണ് കൂടുതൽ കാണുന്നത്? എത്ര പള്ളികളിലാണ് പ്രശ്നം അല്ലേ? പലപ്പോഴും ആളുകൾ സംഘടന വിട്ടുമാറാൻ കാരണം എന്താണെന്നറിയോ? ഇസ്ലാമിക കുറെ സംഘടനകളുണ്ടല്ലോ. ഒരു സംഘടനയിൽ നിന്നും പെട്ടെന്ന് ഒരാൾ മറ്റൊരു സംഘടനയിലേക്ക് പോകാനുള്ള കാരണം ആദർശത്തിലുള്ള പ്രശ്നം ഒന്നായിരിക്കൂല, ആ നിലവിലുള്ള സംഘടനയിൽ നേതൃത്വം കിട്ടാത്തതുകൊണ്ടായിരിക്കും. ഒരാൾ പള്ളിയിൽ വരാതെ കാരണം എന്താണെന്നറിയോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ആകാത്തതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ആ മഹല്ലിനെ ബഹിഷ്കരിച്ചു പോകും. ഇത് മനുഷ്യന്റെ ആർത്തിയിൽപ്പെട്ട കാര്യമാണ്. റസൂൽ പറഞ്ഞു, ഈ ആർത്തി, അത്യാഗ്രഹം എന്നുള്ളത് മനുഷ്യന് നല്ലതല്ല. അത് ദീനിന്റെ കാര്യത്തിൽ മാത്രമാണ് അനുവദിച്ചുള്ളത്. എങ്ങനെ? ദീന് പഠിക്കുന്ന കാര്യത്തിൽ, ദീന് അത് പകർത്തുന്ന കാര്യത്തിൽ, അതിൽ മാത്രമാണ് ഒരു മനുഷ്യന് ഹിർസ്, ഈ അത്യാഗ്രഹം പാടുള്ളൂ. അതല്ലാത്ത ഈ ദുനിയാവിന്റെ കാര്യത്തിൽ ഹിർസ്, അത്യാഗ്രഹം പാടില്ല എന്നുള്ളതാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ പ്രായമൊക്കെ ഒന്ന് പരിഗണിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്യാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിഅമത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ബാധ്യത നമ്മൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ മക്കളോട്, കുടുംബത്തോട്, ഭാര്യമാരോട്, നമുക്ക് സ്വന്തമായി ജീവിക്കാൻ ഒരു വീട്, ചെറിയൊരു വരുമാനം ഒക്കെ ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, പിന്നീട് ഈ ദുനിയാവിനോട്, സമ്പത്തിനോട് ഹിർസ് കാണിക്കുക എന്നുള്ളത് അത് മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക് പറ്റിയ സ്വഭാവമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അത്യാഗ്രഹത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ സാര അലാ നഹ്ജിഹി വസ്തന്ന ബിസുന്നതിഹി ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഹസനുൽ ബസരി റഹിമഹുല്ലാ ഈ മനുഷ്യന്റെ ഹിർസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടെ അദ്ദേഹം പറഞ്ഞു, ഉസൂലു ശർരി തലാസത്തുൻ, മനുഷ്യന്റെ തിന്മ അതിനുള്ള മൂലകാരണം അത് മൂന്നെണ്ണമാണ്. ഏത് തിന്മകൾ മനുഷ്യന്മാർ ചെയ്തു കൂട്ടുന്ന തിന്മകൾ പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ അസല്, ഉസൂൽ എന്ന് പറഞ്ഞാൽ അത് മൂന്ന് കാര്യത്തിലാണ്. എന്നിട്ട് ആദ്യമായി അദ്ദേഹം എണ്ണിയത് പ്രശ്നങ്ങൾക്കും കുഴപ്പങ്ങൾക്കുമുള്ള പ്രധാന കാരണം അൽ ഹസദ്, അസൂയയാണ് അല്ലേ? ഇന്ന് മനുഷ്യന്മാർക്കിടയിൽ സഹോദരങ്ങൾ ഏറ്റവും കൂടുതൽ കുഴപ്പങ്ങൾക്കുള്ള കാരണം അസൂയാണ്. അത് കുടുംബത്തിൽ നിങ്ങൾ നോക്കിക്കോ, കൂട്ട് കച്ചവടത്തിൽ നിങ്ങൾ നോക്കിക്കോ, നാട്ടുകാർക്കിടയിൽ നോക്കിക്കോ, മഹല്ലുകൾക്കിടയിൽ നോക്കിക്കോ, എവിടെ പരിശോധിച്ച് നോക്കിയാലും മനുഷ്യന്മാർക്കിടയിൽ ഉണ്ടാകുന്ന ഈ ഹസദ് ഉണ്ടല്ലോ, അസൂയ, അത് എല്ലാ കുഴപ്പങ്ങൾക്കും ഒരു കാരണമാണ്. അതുപോലെ തന്നെ രണ്ടാമതായി ഹസൻ ബസരി എണ്ണിയത് വൽ ഹിർസ്, അത്യാഗ്രഹമാണ്. മനുഷ്യന്റെ അത്യാഗ്രഹം പല കുഴപ്പങ്ങൾക്കും കാരണമാകും. അതുപോലെ തന്നെ വഹബ്ബു ദുനിയ, ദുനിയാവിനോടുള്ള അതിരുവിട്ട സ്നേഹം അല്ലെ? ദുനിയാവ് വേണം, ദുനിയാവിനെ സ്നേഹിക്കണം. റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ പറഞ്ഞതാണ്. ദുനിയാവിലെ ഹസനത്ത് വേണം, ദുനിയാവിലെ നന്മകൾ വേണം. പക്ഷെ അതിരുവിട്ട ദുനിയാവിനുള്ള സ്നേഹം, അതാണ് കുഴപ്പങ്ങൾക്കുള്ള കാരണമെന്ന് ഹസനുൽ ബസരി റഹിമഹുല്ലാ പറയാണ്. അതാണ് അടിസ്ഥാനപരമായ മൂന്ന് കാരണങ്ങൾ. എന്നിട്ട് ഹസനുൽ ബസരി പറഞ്ഞു, വഫുറൂഉഹു സിത്തത്തുൻ, അതിന്റെ വേരുകൾ 6 അടിസ്ഥാനം 3 അതിന്റെ വേരുകൾ 6 ഈ പറയപ്പെട്ട 3ന്റെ ബാക്കി ശാഖകളായി വരുന്ന 6 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ഹുബ്ബുൻ നൗം, ആളുകൾക്ക് ഉറക്കിനോടുള്ള സ്നേഹമാണ് അല്ലേ സഹോദരങ്ങളെ? ഇന്ന് മനുഷ്യന്മാർ നോക്കിയങ്ങൾ ഫജ്ർ 5:30 മണിക്കെത്തി അല്ലേ? ഫജ്ർ നിസ്കാരം 5:30 മണിയിലേക്ക് എത്തി. ആളുകൾ പള്ളിയിലേക്ക് എത്തുന്ന സമയം വളരെ വൈകിട്ടാണ്. പകൽ ആളുകൾ ഉറങ്ങുന്നു, രാത്രി വൈകി ഉറങ്ങിയാണെങ്കിലും പകൽ കണ്ടമാനം സമയം ആളുകൾ ഉറങ്ങി തീർക്കുന്നു. ഈ ഉറക്കിനുള്ള സ്നേഹം അതൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ വഹബ്ബു ശിബ, വയറ് നിറക്കാനുള്ള ആർത്തി അല്ലേ? നമ്മൾ പേരിന് പറയാം 3 നേരം ഭക്ഷണം കഴിക്കേണ്ടതെന്നാണ്. സഹോദരങ്ങൾ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എത്ര സമയം ഭക്ഷണം കഴിക്കുന്നത്? ഇന്ന് നമുക്കിടയിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ? പട്ടിണി കിടന്നുകൊണ്ടാ. ലോകത്ത് പല സ്ഥലങ്ങളിലും ആളുകൾ പട്ടിണി കിടന്ന് ശാരീരികമായ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നെന്താ? ഭക്ഷണം കിട്ടാത്തത് കൊണ്ടാണോ? അമിതമായ ഭക്ഷണമാണ് അല്ലേ? ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുന്നത് തന്നെ ഭക്ഷണം കഴിക്കാൻ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ്. ഹസൻ പറഞ്ഞു വഹബ്ബു ശിബ, വയർ നിറക്കാനുള്ളവന്റെ ആർത്തി.
അതുപോലെ തന്നെ വഹുബ്ബുർ റാഹ, എല്ലാവർക്കും എന്ത് ചെയ്യണം? നല്ല വിശ്രമ ജീവിതം വേണം, ആനന്ദിച്ചുള്ള ജീവിതം വേണം. അതുപോലെ തന്നെ വഹുബ്ബുർ റിയാസ, അധികാരത്തോടുള്ള പ്രേമം. അതുപോലെ തന്നെ വഹുബ്ബുസ് സനാ, ആളുകൾ എന്ത് ചെയ്യണം? അവനെ പുകഴ്ത്തണം, അല്ലേ? ഇത് പുകഴ്ത്തിയില്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാവും. എന്നെ ആളുകൾ എന്ത് ചെയ്യണം? പ്രശംസിക്കണം. അതിനുവേണ്ടി എന്തും ചെയ്യും. ആ പ്രശംസ കിട്ടിയിട്ടില്ല എങ്കിൽ അത് പ്രശ്നമാണ്. അതാണ് ഇതിന്റെ ശാഖകൾ എന്ന് ഹസൻ പറഞ്ഞത്. അതുപോലെ തന്നെ വഹുബ്ബുൽ ഫഖർ, പെരുമ നടിക്കൽ, ഇതൊക്കെ ഈ പ്രശ്നങ്ങളുടെ കാരണം എന്ന് ഹസൻ ബസരി റഹിമഹുല്ല പറയാണ്. അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, ഉസൂലുൽ ഖതായ കുല്ലഹാ തലാസത്തുൻ, എല്ലാ തിന്മകളുടെയും പ്രധാന കാരണങ്ങൾ അത് 3 എണ്ണമാണ്. ഹസൻ ബസരി റഹിമഹുല്ല പറഞ്ഞതുപോലെ അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയാണ്, ഉസൂലുൽ ഖതായ, എല്ലാ തെറ്റുകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് കുല്ലുഹാ തലാസത്തുൻ, അത് 3 കാര്യങ്ങളിലാണ്. എന്നിട്ട് ആദ്യമായി അദ്ദേഹം എണ്ണിയത് അൽ കിബർ. അതിലൊന്ന്, നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങളിൽ ഒന്ന് മനുഷ്യന്റെ അഹങ്കാരമാണ്. അതിന് അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞെന്നറിയോ? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഇന്നീ അവസ്ഥയിലെത്താനുള്ള കാരണം കിബറാണ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുഴപ്പങ്ങൾക്കുള്ള തുടക്കം അത് കിബറാണ്. ഇബ്ലീസ് സ്വർഗത്തിലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അതിൽ നിന്ന് ഇബ്ലീസ് അവന്റെ അഹങ്കാരം അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ടായി ഇബ്ലീസ് സ്വർഗത്തിൽ നിന്ന് പുറത്തായി എന്ന് പറഞ്ഞാൽ ഇബ്നുൽ ഖയ്യിം പറയുന്നത് പോലെ കിബർ, അത് അഹങ്കാരം എന്നുള്ളത് ഇബ്ലീസ് ഇന്നുള്ള അവസ്ഥയിലെത്താനുള്ള കാരണം അതാണ് എന്ന്. അതുപോലെ തന്നെ രണ്ടാമതായി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് വൽ ഹിർസ്, അത്യാഗ്രഹമാണ്. ഒരു മനുഷ്യന് ആഗ്രഹം നല്ലതാണ്, അല്ലേ? മനുഷ്യന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പക്ഷെ ആഗ്രഹത്തിനപ്പുറത്ത് അത്യാഗ്രഹം വരുമ്പോഴാണ് എല്ലാത്തിനും പ്രശ്നം. അൽ ഹിർസ്, അത്യാഗ്രഹം. ഇതിന് അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞത് ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണങ്ങളിൽ അത്യാഗ്രഹമാണ്. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു തആല യഥേഷ്ടം തിന്നും കുടിച്ചും ജീവിക്കാൻ ആദം അലൈഹിസ്സലാമിന് സ്വർഗത്തിൽ അനുമതി കൊടുത്തു. പക്ഷെ ഒറ്റൊരു കാര്യം, വലാ തഖറബ ഹാദിഹി ഷജറ, ആദം നീ ആ മരം കൊള്ള നീ അടുത്തു പോകരുത്. ഒരു മരത്തെ മാത്രം അല്ലാഹു സുബ്ഹാനഹു തആല വിലക്കി. പക്ഷെ എന്ത് ചെയ്തു? ഇബ്ലീസ് ആദം നബി അലൈഹിസ്സലാമിനെ പ്രലോഭിപ്പിച്ചു, ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി. കാരണം ഈ മരത്തിലെ കായ ഭക്ഷിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്ത് ചെയ്യാം? ഈ സ്വർഗത്ത് നിത്യമായി വസിക്കാൻ സാധിക്കുമെന്നുള്ള ആഗ്രഹം ജനിപ്പിക്കുകയും ആദം നബി അലൈഹിസ്സലാമിന് അത്യാഗ്രഹമുണ്ടായി. അതാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞത്. ആ അത്യാഗ്രഹം എന്ത് ചെയ്തു? ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അതുപോലെ തന്നെ വൽ ഹസദ്, മൂന്നാമത്തെ കാരണം അസൂയയാണ്. എന്നിട്ട് അതിന് ഉദാഹരണമായി അദ്ദേഹം പറഞ്ഞത്, ഈ അസൂയയാണ് പ്രപഞ്ചത്തിൽ ആദ്യമായൊരു കൊലപാതകം നടന്നത്. ഹാബീല് ഖാബീലിനെ വധിച്ചത്. ആദം നബി അലൈഹിസ്സലാമിന്റെ 2 മക്കൾ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ബലി നൽകി. ആ ബലിയിൽ ഒരാളുടെ ബലി അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിച്ചു, ഒരാളുടെ ബലി അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിച്ചില്ല. അതിൽ പ്രശ്നമായി. ബലി സ്വീകരിച്ച ഖാബീലിനോട് ഹാബീലിന് അസൂയയായി. അങ്ങനെ എന്ത് ചെയ്തു? ഹാബീൽ ഖാബീലിനെ വധിച്ചു. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഈ അസൂയ, ഹസദ് എന്ന് പറയുന്നത് ലോകത്ത് ആദ്യമായി ഒരു കൊലപാതകത്തിന് കാരണമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ, അല്ലേ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താ? ഒരാളുടെ ഹൃദയത്തിൽ ഒരു കടുക് മണിയോളം തൂക്കം അഹങ്കാരം ഉണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളതാണ്. സഹോദരങ്ങൾ, ഓരോരുത്തരും പരിശോധിക്കണം. നമ്മുടെ ജീവിത രീതിയിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ഇടപെടലുകളിൽ നമുക്ക് അഹങ്കാരമുണ്ടോ എന്നുള്ളത്. കാരണം അതൊരു വിശ്വാസിക്ക് പറ്റിയ സ്വഭാവമല്ല. അതുപോലെ തന്നെ ഹിർസ്, ആഗ്രഹം, അത് നല്ലതാണ് എല്ലാത്തിനോടും. പക്ഷെ അത്യാഗ്രഹം എല്ലാ കുഴപ്പങ്ങൾക്കും അത് കാരണമാകും. നമ്മുടെ ബന്ധങ്ങൾ അത് കുഴപ്പത്തിലാകും, കൂട്ടുകച്ചവടം അത് കുഴപ്പത്തിലാകും. എല്ലാ മേഖലയിലും നമുക്കുണ്ടാകുന്ന അത്യാഗ്രഹം അത് പ്രശ്നമാകും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഹസദ് എന്ന് പറയുന്നത് അത് വലിയ കാരണമാണ്. ചില ഹദീസുകളിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്നോ, അൽ ഹസദു ഹാലിഖത്തുൻ, ഹസദ് എന്ന് പറഞ്ഞാൽ അത് വടിച്ചു കളയുന്നതാണ്. റസൂൽ ഒന്നുകൂടി വിശദീകരിച്ചു, ആ വടിച്ചു കളയുക എന്ന് പറഞ്ഞാൽ അത് മുടിയല്ല വടിച്ചു കളയുക, മറിച്ച് ഫഇന്നഹാ തഹ്ലിഖുദ്ദീൻ, ഒരു മനുഷ്യന്റെ ദീനിനെ തന്നെ അത് വടിച്ചു കളയും. ഒരു മനുഷ്യന് അസൂയ ഉണ്ടായിക്കഴിഞ്ഞാൽ
എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ മൂന്നെണ്ണത്തിൽ നിന്നും ആരാണോ സുരക്ഷിതരാകുന്നത് അവൻ എല്ലാ ദോഷത്തിൽ നിന്നും സുരക്ഷിതനായി എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 3 ദുസ്വഭാവം നമ്മളിൽ ഇല്ല എങ്കിൽ മറ്റെല്ലാ കുഴപ്പങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടി അടിവരയിട്ടു. കാരണം കുഫർ അതുണ്ടായത് അഹങ്കാരത്തിൽ നിന്നാണ്. അതിന് ഉദാഹരണം ഇബ്ലീസാണ് അല്ലെ. സ്വർഗത്തിൽ ജീവിച്ച ഇബ്ലീസ് പിന്നെ കാഫിറായത് എന്തുകൊണ്ടാ? അവന്റെ അഹങ്കാരമാണ്. അള്ളാഹുവിന്റെ ഒരു കൽപ്പന ആദമിന് സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞത് അവന്റെ അഹങ്കാരം. കാരണം അവൻ പറഞ്ഞെന്താ, ആദമിനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്, എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്. ആ അഹങ്കാരത്തിന്റെ വാക്ക് അവൻ എന്ത് ചെയ്തു? കുഫറിലേക്ക് എത്തിച്ചു. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു അഹങ്കാരം എന്നുള്ളത് അത് കുഫറിലേക്കുള്ള പാതയാണ്. അതുപോലെ തന്നെ പാപങ്ങൾ, മനുഷ്യന്മാർ തെറ്റുകുറ്റങ്ങൾ ചെയ്യാനുള്ള കാരണങ്ങളിൽ ഒന്ന് അത് അത്യാഗ്രഹമാണ്. അതിനുള്ള കാരണവും ആദം നബി അലൈഹി സ്വലാമിൽ നിന്നൊരു അബദ്ധം പറ്റിപ്പോയത് ഈ അത്യാഗ്രഹമാണ്. അതുപോലെ തന്നെ അക്രമം, ഏത് തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളിൽ ഒന്ന് അസൂയയാണ്. അതാണ് ഹാബീലിന്റെ സംഭവം പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അനുവദിച്ചു തന്ന കാര്യം ദീനിന്റെ കാര്യത്തിൽ ഹിർസ് ഉണ്ടാകുക എന്നുള്ളതാണ്. ഏതുപോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഉമ്മത്തിനോടുണ്ടായ ഹിർസ് പോലെ ഒരുപാട് ആയത്തുകൾ നമുക്ക് ഖുർആനിൽ തെളിവായി കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും, ഇതാ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു നബിയെ, ഒരു റസൂലിനെ ഞാനിതാ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. എന്താണ് നബിയുടെ പ്രത്യേകത എന്നറിയോ? അസീസുൻ അലൈഹി മാ അനിത്തുൻ ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ആ നബിയുടെ പ്രത്യേകത എന്നറിയോ? ഈ ഉമ്മത്ത് പ്രയാസപ്പെടുന്ന എന്തൊരു ചെറിയ പ്രയാസമാണെങ്കിൽ പോലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹിക്കൂല. അതാണ് നബി. അത്രമാത്രം ഉമ്മത്തിനെ സ്നേഹിച്ച നബിയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ നബിമാർക്കും ഒരു പ്രാർത്ഥനക്ക് ഉടനടി ഉത്തരം നൽകുമെന്ന് ഒരു ഓഫർ നൽകിയിട്ടുണ്ട്, ഒരു വാഗ്ദാനം, ഒരു വഅദ. അത് ആ ചോദിച്ച കാര്യം അപ്പം അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകന്മാർക്ക് നൽകും എന്ന് റസൂൽ പറഞ്ഞു. ഫതഅജ്ജല കുല്ലു നബിയിൻ ദഅവത, എനിക്ക് മുൻകഴിഞ്ഞു പോയ എല്ലാ നബിമാരും ആ ദഅവത്തിന്റെ ആ ദുആയുടെ വിഷയത്തിൽ ധൃതി കാണിച്ചു. നൂഹ് നബി അലൈഹിസ്സലാകട്ടെ, ഏത് പ്രവാചകന്മാരാകട്ടെ സന്നിഗ്ധ ഘട്ടത്തിൽ ആ പ്രാർത്ഥന അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങി. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞെന്നറിയോ? എനിക്കും അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് നൽകിയ വാഗ്ദാനം ഞാൻ എൻ്റെ ഉമ്മത്തികൾക്ക് വേണ്ടി നാളെ എൻ്റെ ഉമ്മത്തികൾക്ക് ശുപാർശ പറയാൻ വേണ്ടി ഞാൻ പരലോകത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഉമ്മത്തിനുള്ള ഹിർസ്, അതിയായ താല്പര്യം. ഈ ഉമ്മത്ത് പ്രയാസപ്പെടുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹിക്കൂല. അതാണ് പറഞ്ഞത് അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും. ഈ നിങ്ങളോട് ഏറ്റവും കൂടുതൽ അത്യാഗ്രഹമുള്ള ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. വിശ്വാസികളോട് ഏറെ അനുകമ്പയുള്ള, ഏറെ പൊറുക്കുന്ന ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കൊക്കെ ഉണ്ടാകേണ്ട ആർത്തി, അത്യാഗ്രഹം എന്ന് പറയുന്നത് ദീൻ പഠിക്കുന്ന കാര്യത്തിലാണ്. അബൂ ഹുറൈറയിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഒരു സംഭവം കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, മൻ അസ്അദുൻ നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ, നബിയെ അങ്ങയുടെ ശുപാർശ മുഖേന വിജയം കരസ്ഥമാക്കാൻ കൂടുതൽ ഭാഗ്യം ലഭിക്കുന്നവർ ഈ ഉമ്മത്തിൽ ആരാണ്? അല്ലെ, അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്യും? നാളെ നമുക്ക് വേണ്ടി ശുപാർശ പറയും. അല്ലാഹു സുബ്ഹാനഹു തആല ആ നബിയുടെ ശുപാർശ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എന്നിട്ട് അബൂ ഹുറൈറ ചോദിക്കാണ്, നബിയെ അങ്ങ് നാളെ പരലോകത്ത് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയുമല്ലോ, ആ പറയപ്പെടുന്ന ശുപാർശയിൽ അങ്ങയുടെ ശുപാർശക്ക് കൂടുതൽ യോഗ്യരായവർ, അതല്ലെങ്കിൽ ഭാഗ്യം ലഭിക്കുന്ന ആൾ ആരായിരിക്കും എന്ന് അബൂ ഹുറൈറ റസൂലുള്ളാഹിയോട് ചോദിച്ചപ്പോൾ ആ മറുപടി പറയുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറയോട് പറയുന്നൊരു വാക്കുണ്ട്, ലഖദ് ളനന്തു യാ അബാ ഹുറൈറ അല്ലാ യസ്അലനി അൻ ഹാദൽ ഹദീസ് അഹദൻ അവ്വലു മിൻക. അബൂ ഹുറൈറ, ലഖദ് ളനന്തു, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഈ ഒരു വാർത്തയെ സംബന്ധിച്ച്
നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നീയല്ലാതെ മറ്റാരും ചോദിക്കുകയില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം എന്നറിയോ? ലിമാ റഅയ്തു മിൻ ഹിർസിക അലൽ ഹദീസ്, നിനക്ക് ഹദീസ് പഠിക്കാനുള്ള ആ അത്യാഗ്രഹമുണ്ടല്ലോ. കാരണം എന്താ? അഹ്ലു സുൽഫയിൽപ്പെട്ട ആളാണ് അബൂ ഹുറൈറ. ഒന്നുമില്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ ചടഞ്ഞിരിക്കാൻ പട്ടിണി പാവങ്ങളിൽ ഒരാളാണ്. ചില സംഭവങ്ങളിൽ കാണാൻ സാധിക്കും, അബൂ ഹുറൈറ പട്ടിണി കൊണ്ട് റസൂലുള്ളാഹിയുടെ പള്ളിയിൽ കിടന്നിങ്ങനെ ഉരുളുന്നാണ്. ചില ആളുകൾ പറയും അബൂ ഹുറൈറക്ക് ഭ്രാന്തായി എന്ന് പറയും. അപ്പൊ അബൂ ഹുറൈറ പറയും, എനിക്ക് ഭ്രാന്തായതല്ല, എൻ്റെ വിശപ്പാണ് എന്നെ ഇങ്ങനെയാക്കിയത്. കാരണം ഒന്നിനും എവിടെയും പോകില്ല, അഹ്ലു സുഫയിൽപ്പെട്ട ഒരാളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ നടന്ന് ദീന് പഠിക്കും, ഹദീസ് പഠിക്കും. അതുകൊണ്ടാണ് ഇന്ന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക്, ജൂതന്മാർക്ക്, ഓറിയന്റലിസ്റ്റുകൾക്ക്, ഹദീസ് നിഷേധികൾക്ക് ഏറ്റവും വലിയ കണ്ണിലെ കരട് അബൂ ഹുറൈറയാണ്. കാരണം എന്താ? ഇന്ന് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് ഈ ഉമ്മത്തികൾക്ക് എത്തിച്ചു തന്ന സഹാബികളിൽ ഒരാളാണ് അബൂ ഹുറൈറ. കാരണം ഒരു പണിയുമില്ല, അഹ്ലു സുഫയിൽ അള്ളാഹുവിൻ്റെ റസൂലിന്റെ പള്ളിയിലുണ്ടാകും, റസൂലുള്ളാഹിയുടെ പിന്നാലെ നടന്ന് ഹദീസ് പഠിക്കും, അത് ഉമ്മത്തികൾക്ക് എത്തിച്ചു നൽകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, എനിക്കറിയാമായിരുന്നു അബൂ ഹുറൈറ, നിന്റെ ദീന് പഠിക്കാനുള്ള ഹിർസ് ഉണ്ടല്ലോ, ആ അത്യാഗ്രഹം, അതുകൊണ്ട് ഈ ഒരു ചോദ്യം നീയല്ലാതെ ഒരാളും ചോദിക്കുകയില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു എന്ന് പറഞ്ഞതുപോലെ സഹോദരങ്ങളെ, നമുക്ക് ഹിർസ് ഉണ്ടാകണം. എങ്ങനെ? ആ വിഷയത്തിൽ, ദീന് പഠിക്കുന്ന കാര്യത്തിൽ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കഴിഞ്ഞ റമദാനിന് ശേഷം, ഞാൻ എന്നോടെന്ന പോലെ സഹോദരങ്ങളെ, കഴിഞ്ഞ റമദാനിന് ശേഷം ഖുർആനിൽ നിന്ന്, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ഖത്തം ഓതിയ ആളുകൾ എത്രയുണ്ട് അല്ലെ? റമദാൻ നമ്മൾ ഓതിയിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഒന്നിൽ കൂടുതൽ ഓതിയ ആളുകളുണ്ട്. പക്ഷെ റമദാനിന് ശേഷം ഖുർആനിൽ നിന്ന് ഒരു ഖത്തം ഓതി തീർത്തിയ ആളുകൾ, ആ റമദാനിന് ശേഷം ജമാഅത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തിയ ആളുകൾ, ആ റമദാനിന് ശേഷം ജമാഅത്ത് നമസ്കാരത്തിന്റെ, ഫർദ് നമസ്കാരത്തിന്റെ മുമ്പും പിമ്പുമുള്ള സുന്നത്ത് നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തിയ ആളുകൾ, ആ റമദാനിന് ശേഷം അദ്കാറുകൾ വർദ്ധിപ്പിച്ച ആളുകൾ, ആ റമദാനിന് ശേഷം ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ച ആളുകൾ. സഹോദരങ്ങൾ, അതുണ്ടാകാൻ പാടില്ല. നമുക്ക് ഹിർസ്, അത്യാഗ്രഹം ഉണ്ടാകേണ്ടത് ദീന് പഠിക്കുന്ന കാര്യത്തിൽ, അത് പകർത്തുന്ന കാര്യത്തിൽ ഏതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള സഹാബികൾക്കുണ്ടായതുപോലെ. എന്നിട്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറയുടെ ചോദ്യത്തിന് മറുപടി പറയുന്നത്. അബൂഹുറൈറയുടെ ചോദ്യം എന്താ? നബിയെ, അങ്ങയുടെ ശുപാർശ പരലോകത്ത്, അങ്ങയുടെ ശുപാർശക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിക്കുന്ന ആളായിരിക്കും. ആ ചോദ്യത്തിന് റസൂൽ പറഞ്ഞു, അസ്അദുന്നാസി ബിശഫാഅതി യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ എൻ്റെ ശുപാർശക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിക്കുന്ന ആളുകൾ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബി, ആരാണ് മനസ്സറിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്. സഹോദരങ്ങളെ, അത് കേവലം പറയുക മാത്രമല്ല അല്ലേ, ആ പറച്ചിൽ ഒരു മനുഷ്യന്റെ മനസ്സിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഘടകവിരുദ്ധമായി ഒന്നും ഒരാൾ ചെയ്യൂല അല്ലേ. നമ്മുടെ നാട്ടിലെ ജാറങ്ങൾ ഇങ്ങനെ തഴച്ചു വളരൂല. പടച്ചവനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ പടപ്പുകളോട് മനുഷ്യന്മാർ ചോദിക്കൂല അല്ലേ. എല്ലാ കാര്യത്തിനും ഞാൻ കഴിഞ്ഞില്ലേ, ഈ മാസം പടപ്പുകളോട് ചോദിക്കുന്ന മാസമാണ്. ഏതുപോലും പരലോകത്തെ കാര്യത്തിന് പോലും പടപ്പുകളോട് ചോദിക്കുന്ന മാസത്തിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ. എന്തെല്ലാം കാര്യത്തിലാണ് സഹോദരങ്ങളെ. ഇന്ന് പ്രത്യേകിച്ച് മരിച്ചുപോയ മഹാനായ മൊയ്‌ദി ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ആളുകൾ ദുനിയാവിൻ്റെയും പരലോകത്തിൻ്റെയും പല പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുന്ന മാസമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ആർക്കാ കിട്ടുക? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബി, ആത്മാർത്ഥമായി അവന്റെ മനസ്സിൽ തട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുകൾ എന്ന് പറഞ്ഞാൽ, അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയിൽ അവൻ അല്ലാഹു അല്ലാത്തവരിലേക്ക് തിരിയൂല, അവൻ അല്ലാഹു അല്ലാത്തവരിലേക്ക് കൈകൾ ഉയർത്തൂല, നേർച്ച അല്ലാഹു അല്ലാത്തവർക്ക് നേറൂല, അറവ് അല്ലാഹു അല്ലാത്തവർക്ക് നൽകൂല, ഇസ്തിഗാത്ത് അല്ലാഹുവിനോടല്ലാതെ ചെയ്യൂല, ആഗ്രഹങ്ങൾ അല്ലാഹുവിനോടല്ലാതെ ചോദിക്കൂല. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബി, ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ പറഞ്ഞാലോ, അതാ പറഞ്ഞത് അസ്അദുന്നാസി ബിശഫാഅതി യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത്
അവർക്ക് ആഗ്രഹിക്കാവുന്നതാണ്, പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട കാര്യങ്ങൾ അതിപ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്യാഗ്രഹം എന്നുള്ള ഒരു ദുസ്വഭാവം അത് നമുക്കുണ്ടാകാൻ പാടില്ല. അതിന് ബന്ധമായി ഉലമാക്കൾ പറഞ്ഞ അസൂയ പോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അഹങ്കാരം പോലുള്ള കാര്യങ്ങൾ, അത് വിശ്വാസികൾക്ക് യോജിച്ച കാര്യമല്ല. അള്ളാഹു സുബ്ഹാനഹു തആല ഇതുപോലുള്ള ദുർഗുണങ്ങളിൽ നിന്ന് നമ്മെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു ഞങ്ങൾ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഇതിന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാഫാക്കി തെരുമാറാകണമേ. അള്ളാഹുവെ ജീവിക്കുന്ന കാലം അത്രയും നിന്റെ ഇഷ്ടത്തിലും അള്ളാഹുവെ നിന്റെ പൊരുത്തത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് അത് പഠിച്ചു പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ നീ ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. അള്ളാഹുവെ, ഞങ്ങൾ മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, അള്ളാഹുവെ ഞങ്ങൾക്ക് ഇൽമ പഠിപ്പിച്ചു തന്ന ഞങ്ങളുടെ ഉസ്താദുമാർ, അടുത്ത ബന്ധുക്കൾ, നല്ലവരായ നാട്ടുകാർ, അള്ളാഹുവെ വിശ്വാസികളാണെങ്കിൽ അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അവരെ അനുഗ്രഹിക്കുമാറാകണമേ. അള്ളാഹുവെ, ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളുടെ നീ കരുണ കാണിക്കണം. അള്ളാഹുവെ അവരോട് നീ കനിവ് കാണിക്കണം. അള്ളാഹുവെ ചെറുപ്പത്തിൽ ഞങ്ങളെ നല്ല നിലയിൽ പോറ്റി വളർത്തിയ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും വാർദ്ധക്യ സഹജമായ പല പ്രയാസങ്ങളിലുമാണ്. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കുമാറാകണമേ. അള്ളാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നീ പ്രദാനം ചെയ്യുമാറാകണമേ. അള്ളാഹു, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അള്ളാഹുവെ, അവർക്കെല്ലാവർക്കും നീ ഷിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകണമേ. അള്ളാഹുവെ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ കടങ്ങൾ നീ വിട്ടുകൊടുക്കുമാറാകണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ. അള്ളാഹുവെ, പരീക്ഷണത്തിന്റെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഭാര്യ മക്കളെ നീ കാത്തുരക്ഷിക്കുമാറാകണമേ. അല്ലാഹുമ്മ അഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത് റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.